നമസ്കാരം. പ്രവാസി ചാനൽ മലയാളി.com ന്യൂസ് സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ബെൻസൺവിൽ ഇടവകയിൽ വൈദികർക്ക് ഊഷ്മളമായ യാത്രയയപ്പ്. ബൈബിൾ പഠന ക്ലാസുകൾ നവീന മാതൃകയിലും രീതിയിലും. കണക്ടിക്കട്ട് മലയാളി അസോസിയേഷൻ പ്രൗഢഗംഭീരമായി ഓണം ആഘോഷിച്ചു. ഫാദർ സേവിയർ ഖാൻ വട്ടായിൽ നയിക്കുന്ന മൂന്നാം ശനി ഏകദിന കൺവെൻഷൻ സെപ്റ്റംബർ 20-ന്. ടിക്ടോക്കിൽ സമവായം ചൈനയുമായി കരാറിലെത്തിയെന്ന് ട്രംപ്. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ 2 വർഷക്കാലമായി ബെൻസൺവിൽ ഹൃദയ ജ്ഞാനായ കത്തോലിക്ക ഫൊറോനയിൽ ശുശ്രൂഷ ചെയ്ത വൈദികർക്ക് ഇടവക സമൂഹം ഊഷ്മളമായ യാത്രയയപ്പ് നൽകി. ഇടവക വികാരി സ്ഥാനമൊഴിഞ്ഞ ഫാദർ തോമസ് മുളവനാലിനും ഡാളസിലെ ക്രൈസ്റ്റ് ദ കിങ് ദേവാലയ വികാരിയായി ചുമതലയേൽക്കുന്ന ഫാദർ ബിൻസേത്തലിനുമാണ് യാത്രയയപ്പ് നൽകിയത്. മേവുഡിൽ നിന്നും ആരംഭിച്ച ബെൻസൺവില്ലിലെ പുതിയ ദേവാലയത്തിലേക്കുള്ള തുടക്കം മുതൽ ഇന്നുവരെ അജപാലന ശുശ്രൂഷയിൽ നൽകിയ സ്തുത്യാർഹമായ സേവനങ്ങൾ ഇടവകാംഗങ്ങൾ എല്ലാവരും അനുസ്മരിച്ചു. വൈദികരുടെ ത്യാഗമനസ്ഥിതിയും സമർപ്പണവും നേതൃത്വപാഠവും കാര്യക്ഷമമായ തുടർ പദ്ധതികളും ഒക്കെയാണ് ഇടവക സമൂഹത്തിന്റെ വളർച്ചയുടെ വഴികൾക്ക് പ്രയോജനപ്പെട്ടതെന്ന് എല്ലാവരും അഭിപ്രായപ്പെട്ടു. ഇടവക സമൂഹത്തെ പ്രതിനിധീകരിച്ച ട്രസ്റ്റി കോർഡിനേറ്റർ തോമസ് നെടുവാമ്പുഴ, മതബോധന ഡയറക്ടർ കൊളീൻ കിഴങ്ങാട്ട്, വിൻസെന്റ് ഡി പോൾ പ്രസിഡന്റ് ലിജു മാത്യു പുളിക്കപ്പറമ്പിൽ, ഫാമിലി കമ്മീഷൻ കോർഡിനേറ്റർ ടോണി പുല്ലാപ്പള്ളി, മെൻസ് മിനിസ്ട്രി കോർഡിനേറ്റർ സജി എറപ്പുറം, വിമൻസ് മിനിസ്ട്രി കോർഡിനേറ്റർ മേഴ്സി ചെമ്മലക്കുഴി, യങ് അഡൾട്ട് പ്രതിനിധി ഐലൻ ഒറ്റത്തേക്കൽ, യൂത്ത് പ്രതിനിധി സെറീന മുളയാനിക്കുന്നിൽ, ചെറുപുഷ്പ മിഷൻ ലീഗ് പ്രതിനിധി റാം താന്നിച്ചുവട്ടിൽ എന്നിവർ പ്രസംഗിച്ചു. ഇടവക സമൂഹത്തിന്റെ ഉപഹാരങ്ങളും വൈദികർക്ക് സമ്മാനിച്ചു. തങ്ങളുടെ മറുപടി പ്രസംഗത്തിൽ നാളിതുവരെ തങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള എല്ലാ സഹകരണത്തിനും പ്രാർത്ഥനകൾക്കും വൈദികർ നന്ദി പറഞ്ഞു. അവരുടെ മുന്നോട്ടുള്ള പ്രയാണങ്ങൾക്ക് കരുത്തേകാൻ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹായവും അഭ്യർത്ഥിച്ചു. ലിൻസ് താന്നിച്ചുവട്ടിൽ MC ആയിരുന്നു. കൈക്കാരന്മാരായ തോമസ് നെടുവാമ്പുഴ, സാബു മുത്തോലം, മത്തിയസ് പുല്ലാപ്പള്ളി, കിഷോർ കണ്ണാല, ജെൻസൺ ഐക്കരപ്പറമ്പിൽ എന്നിവർ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് മലയാളി. പ്രസിദ്ധ ബൈബിൾ തത്വശാസ്ത്ര ചിന്തകനും ഗ്രന്ഥകർത്താവുമായ ഡോക്ടർ നൈനൻ മാത്തുള്ളയുടെ നേതൃത്വത്തിൽ നവീനവും ശാസ്ത്രീയവുമായ രീതിയിൽ ബൈബിൾ പഠന ക്ലാസുകൾക്ക് തുടക്കം കുറിച്ചു. സെപ്റ്റംബർ 7-ന് ഗ്രേറ്റർ ഹ്യൂസ്റ്റൺ സ്റ്റാഫോർഡിലുള്ള അപ്ന ബസാർ ഓഡിറ്റോറിയത്തിൽ അനേക പ്രമുഖരുടെ സാന്നിധ്യത്തിൽ കൂടിയ യോഗത്തിൽ വെച്ച് നൂതന ബൈബിൾ പഠന പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടുള്ള ബൈബിൾ പഠന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടത്തി. റവറന്റ് ഫാദർ എബ്രഹാം തോട്ടത്തിൽ അധ്യക്ഷത വഹിച്ച യോഗം ബിഷപ്പ് ഡെയിൽ ക്ലെയിം ഉദ്ഘാടനം ചെയ്തു. ജോൺ ലാലിന്റെ പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് ശേഷം സന്നിഹിതരായ ഏവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് NFL ജോൺസൺ പ്രസംഗിച്ചു. തുടർന്ന് സാബു ജെയിംസ് ഭക്തിനിർഭരമായ ഒരു സ്വാഗത ഗാനവും ആലപിച്ചു. യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് മുഖ്യ അധ്യാപകനായ ഡോക്ടർ നൈനൻ മാത്തുള്ള ഗ്രേറ്റർ ഹ്യൂസ്റ്റണിലെ സ്റ്റാഫോർഡിൽ ക്രമീകരിച്ചിരിക്കുന്ന നൂതന ബൈബിൾ പഠന പദ്ധതികളെപ്പറ്റി സമഗ്രമായി വിവരിച്ചു. വളരെ വിദഗ്ധരായ അധ്യാപകരാണ് ഈ ബൈബിൾ ക്ലാസുകളെ നയിക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും വെവ്വേറെ ക്ലാസുകളുണ്ട്. വളരെയധികം ആരോഗ്യപരമായ ചർച്ചകളുടെയും പഠനങ്ങളുടെയും ചോദ്യോത്തരങ്ങളുടെയും വെളിച്ചത്തിലായിരിക്കും ക്ലാസുകൾ മുന്നേറുക. ബൈബിളിലെ പഴയ നിയമങ്ങളെയും പുതിയ നിയമങ്ങളെയും ആധാരമാക്കി ആഴങ്ങളിലുള്ള ഒരു സമഗ്ര പാഠ്യപദ്ധതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. മിസോറി സിറ്റി മേയർ റോബിൻ എലക്കാട്ട്, സ്റ്റാഫോർഡ് മേയർ കെൻ മാത്യു, ജഡ്ജ് സുരേന്ദ്രൻ പട്ടേൽ, തോമസ് ചെറുകര, പൊന്നുപിള്ള, AC ജോർജ്, ഡോക്ടർ മാത്യു വൈരമൺ, SK ചെറിയാൻ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. മേയർ റോബിൻ എലക്കാട്ട് ഈ നൂതന ബൈബിൾ വ്യാഖ്യാന പഠന സംരംഭത്തിന് സകല പിന്തുണയും അറിയിച്ചുകൊണ്ടുള്ള ഒരു പ്രശംസ സർട്ടിഫിക്കറ്റും ഡോക്ടർ നൈനൻ മാത്തുള്ളയ്ക്ക് നൽകി. ലോകരാജ്യങ്ങളിലെ പല നിയമവ്യവസ്ഥയ്ക്ക് കാരണമായ ബൈബിൾ ഗ്രന്ഥം പല ജനാധിപത്യ രാജ്യങ്ങളുടെയും കോടതികളിൽ സൂക്ഷിക്കപ്പെടുന്ന ഏക ഗ്രന്ഥം, ഏറ്റവും കൂടുതൽ ആധികാരികത കൽപ്പിച്ചിട്ടുള്ള ചരിത്ര ഗ്രന്ഥം, തമ്മിൽ ഏറ്റവും കുറഞ്ഞ കാലാവധിയുള്ള ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നേരിടുന്ന ഗ്രന്ഥം, ഇന്നും മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന ഗ്രന്ഥം, ലോകത്തെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന പുസ്തകവും ബൈബിൾ തന്നെ. ബൈബിൾ വെറുതെ വായിച്ചു പോകേണ്ട ഒരു പുസ്തകമല്ല. ബൈബിൾ ആഴത്തിൽ പഠിക്കുകയും അത് ഡൈജസ്റ്റ് ചെയ്യപ്പെടുകയും നമ്മുടെ മനസ്സാക്ഷിയിലും ജീവിതത്തിലും സമഗ്രമായി അലിഞ്ഞു ചേരേണ്ടതുമായ യാഥാർത്ഥ്യങ്ങളാണ് അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതെന്ന് പ്രസംഗകർ ചൂണ്ടിക്കാട്ടി. മിസ് ഹെസിബ ജോൺസൺ, ആൻഡ്രൂസ് ജേക്കബ് തുടങ്ങിയവർ പ്രാർത്ഥനാ ഗാനങ്ങൾ ആലപിച്ചു. കുമാരി നെസ്റ്റ ചാക്കോ ക്രിസ്ത്യൻ ശാസ്ത്രീയ നൃത്തം അവതരിപ്പിച്ചു. പാസ്റ്റർ ബിനോയ് ബെനഡിക്ഷൻ പ്രാർത്ഥന നടത്തിയതിന് ശേഷം യോഗത്തിൽ സന്നിഹിതരായ ഏവർക്കും കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് പാസ്റ്റർ മാത്യു ജോർജ് നടത്തിയ പ്രസംഗത്തോടെ യോഗ നടപടികൾക്ക് പര്യവസാനമായി. ന്യൂസ് ഡെസ്ക് മലയാളി.
കണക്ടിക്കട്ടിലെ സ്ട്രാറ്റ്ഫോർഡ്, മിൽഫോർഡ്, ഷെൽട്ടൺ, ട്രംബിൾ തുടങ്ങിയ ഭാഗങ്ങളിലെ കുടിയേറ്റ മലയാളികളെ കോർത്തിണക്കി കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിലധികമായി ട്രംബിൾ കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുന്ന മലയാളി അസോസിയേഷൻ ഓഫ് കണക്ടിക്കട്ട് ഈ വർഷത്തെ ഓണം പ്രൗഢഗംഭീരമായും അതിവിപുലമായും ആഘോഷിച്ചു. ജാതിമത രാഷ്ട്രീയ അതിർവരമ്പുകൾക്കും അപ്പുറമായി മലയാളി എന്ന പരിഗണനയിൽ മാത്രം മലയാളികളുടെ സംസ്കാരവും പാരമ്പര്യവും സാഹോദര്യവും പൈതൃകവും പരിപോഷിപ്പിക്കുവാനും നിലനിർത്തുവാനുമായി ഒത്തൊരുമയോടെ പ്രവർത്തിക്കുന്ന സംഘടന ഈ വർഷം ഓണാഘോഷവും തനതായ ശൈലിയിൽ അതിമനോഹരമായി തന്നെയാണ് കൊണ്ടാടിയത്. അത്തപ്പൂക്കളവും നിലവിളക്കും ചെണ്ടമേളവും മാവേലി തമ്പുരാന്റെ എഴുന്നള്ളത്തും ഡാൻസും പാട്ടും ആട്ടവും തിരുവാതിരയും ഓണസദ്യയുമൊക്കെയായി ഈ വർഷത്തെ ഓണം അടിപൊളിയായി ആഘോഷിക്കുവാൻ സാധിച്ചതിലുള്ള സംതൃപ്തിയിലാണ് ആഘോഷ കമ്മിറ്റിക്കാർ. സംഘടനയിലെ അംഗങ്ങൾ തന്നെ അവതരിപ്പിച്ച നൃത്യ നാട്യ ഗാന പരിപാടികൾ അതിമനോഹരമായി. സംഘടനാംഗങ്ങളുടെ മക്കൾ അവതരിപ്പിച്ച ഡാൻസുകളും പാട്ടുകളും കാണികളെ അത്യധികം സന്തോഷിപ്പിച്ചു. ഓണസദ്യയ്ക്ക് മുൻപുള്ള കലാപരിപാടികൾ കണ്ടാസ്വദിച്ചതിനു ശേഷം സ്വാദിഷ്ടവും വിഭവസമൃദ്ധവുമായ സദ്യ കഴിക്കുവാൻ ഏവർക്കും സാധിച്ചു. ഓണസദ്യയ്ക്ക് ശേഷം ഉച്ചതിരിഞ്ഞ് നടന്ന സ്റ്റേജ് ഷോ കലാസ്വാദകരായ കാണികളെ ഏവരെയും ആനന്ദത്തിമിർപ്പിലാക്കി. മക്കഫി ടീമിന്റെ സ്പാർക്ക് ഓഫ് കേരള എന്ന സ്റ്റേജ് ഷോയിലെ പിന്നണി ഗായകനായ അഫ്സൽ ഇസ്മായിലിന്റെ അതിമനോഹര പഴയകാല ഗാനങ്ങളും പ്രശസ്ത നർത്തകി മോക്ഷയുടെ ചടുലമായ നൃത്തവും പ്രശസ്ത വയലിനിസ്റ്റ് വേദമിത്രയുടെ വയലിൻ പ്രകടനത്തിലൂടെ ഒഴുകിയെത്തിയ സംഗീത വിസ്മയവും പിന്നണി ഗായിക അഖില ആനന്ദിന്റെ മാസ്മരിക ശബ്ദത്തിലുള്ള ഗാനങ്ങളും ഗായകൻ മിന്നൽ നസീറിന്റെ അടിപൊളി പാട്ടുകളും മിമിക്രി കലാകാരനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ സിദ്ദിഖ് റോഷന്റെ മിമിക്രി പ്രകടനങ്ങളുമെല്ലാമായപ്പോൾ ഈ വർഷത്തെ ഓണാഘോഷം മാസ്കോൺ അംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ആത്മസംതൃപ്തി ലഭിച്ച ഒരു സുദിനമായി പരിണമിച്ചു. മലയാളി അസോസിയേഷൻ ഓഫ് കണക്ടിക്കറ്റിന്റെ പ്രസിഡന്റ് ശ്രീജിത്ത് മാമ്പറമ്പത്ത്, വൈസ് പ്രസിഡന്റുമാരായ ജയ ജിബി, ജേക്കബ് മാത്യു, സെക്രട്ടറി രശ്മി പാറക്കൽ, ജോയിന്റ് സെക്രട്ടറി ജോബിൻ ജോർജ്, ട്രഷറർ ജോ കളരിക്കൽ, ജോയിന്റ് ട്രഷറർ ഉണ്ണി തോയക്കാട്ട്, ബോർഡ് ഡയറക്ടർമാരായ ടിജോ ജോഷ്, വീണ രമേശ്, ബോണി ഡി കുമാർ, ജൂലി ജെയിംസ്, ദീപ കെലോത്ത്, ജെന്നിഫർ ജോർജ്, രഞ്ജിത്ത് എസ് പിള്ള, കൗശിക് പ്രകാശ്, ശിവ തഷ്ണത്ത്, മിനിമോൾ ജോസഫ്, ഉപദേശക സമിതി അംഗങ്ങളായ അജിത് പുതിയവീട്ടിൽ, ജിബി ഗ്രിഗറി, സുജനൻ ടി പി, വിൽസൺ പൊട്ടക്കൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഓണാഘോഷവും വിഭവസമൃദ്ധമായ ഓണസദ്യയും ക്രമീകരിച്ചത്. ഷെൽട്ടൺ ഹൈസ്കൂളിൽ വെച്ച് നടത്തപ്പെട്ട ആഘോഷത്തിൽ ന്യൂയോർക്ക് റോക്ക്ലൻഡ് കൗണ്ടിയിൽ മലയാളികളുടെ നേതൃത്വത്തിലുള്ള മലബാർ പാലസ് ഇന്ത്യ റെസ്റ്റോറൻ്റാണ് വിഭവസമൃദ്ധമായ ഓണസദ്യ നൽകിയത്. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ഫാദർ സേവിയർ ഖാൻ വട്ടായിൽ നയിക്കുന്ന 3ാം ശനി ഏകദിന കൺവെൻഷൻ സെപ്റ്റംബർ 20 രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ ഓസ്റ്റിനിൽ. പ്രവേശനം സൗജന്യമാണ്. പങ്കെടുക്കുന്നവർക്ക് ഉച്ചഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. സ്പിരിച്വൽ ഷെയറിംഗ്, കുമ്പസാരം എന്നിവയ്ക്ക് പ്രത്യേക സൗകര്യമുണ്ടായിരിക്കും. കുട്ടികൾക്കായി പ്രത്യേക ശുശ്രൂഷകളും ക്രമീകരിച്ചിട്ടുണ്ട്. ഫാദർ സേവിയർ ഖാൻ വട്ടായലിനെ വ്യക്തിപരമായി കണ്ട് പ്രാർത്ഥിക്കാൻ അവസരവും ലഭിക്കും. ഏവരെയും ശുശ്രൂഷകളിലേക്ക് ഈശോയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നതായി സംഘാടകർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. യുഎസിൽ ടിക്ടോക്ക് തുടർന്നും പ്രവർത്തിപ്പിക്കാൻ ചൈനയുമായി ധാരണയിലെത്തിയതായി US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്. രാജ്യത്തെ യുവാക്കൾ സംരക്ഷിക്കാൻ ആഗ്രഹിച്ച ഒരു പ്രത്യേക കമ്പനിയുമായി ധാരണയിലെത്തിയതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഇതോടെ ടിക്ടോക്ക് വിഷയത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സമവായത്തിലെത്തിയതായാണ് സൂചന. 2 രാജ്യങ്ങളും പ്രാഥമികമായ ഒരു ധാരണയിലെത്തിയിട്ടുണ്ടെന്നും കരാർ അന്തിമമാക്കുന്നതിനായി ട്രംപ് വെള്ളിയാഴ്ച ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പറഞ്ഞു. ഷീ ജിൻപിങ്ങുമായി സംസാരിക്കുമെന്ന് ട്രംപും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ട്രംപുമായി ഇക്കാര്യത്തിൽ സംസാരിച്ചെന്നും അദ്ദേഹം നൽകിയ മാർഗനിർദ്ദേശങ്ങൾ ചൈനീസ് പ്രതിനിധികളുമായി പങ്കുവച്ചെന്നും ബെസന്റ് തിങ്കളാഴ്ച മാഡ്രിഡിൽ പറഞ്ഞു. ട്രംപിന്റെ നേതൃത്വവും സ്വാധീനവും കൊണ്ടാണ് ഈ കരാർ സാധ്യമായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ഇതോടെ പ്രവാസി ചാനൽ eMalayali.com ന്യൂസ് സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.